നമസ്കാരം. മൂവാറ്റുപുഴയിലെ ഇന്നത്തെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. അടൂപ്പറമ്പിൽ വ്യാപാരിയെ ആക്രമിച്ച കേസ് പ്രതി പോലീസ് പിടിയിൽ. അടൂപ്പറമ്പ് സ്വദേശി ഷൺമുഖൻ ബഷീറിനെയാണ് മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. 40 വർഷമായി കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ബെന്നി ജോൺ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത്. കോൺഗ്രസ് പാർട്ടിയുടെ അതൃപ്തിയാണ് മത്സരരംഗത്തിറങ്ങാൻ കാരണം. മൂവാറ്റുപുഴ നഗരസഭയിലെ 6ാം വാർഡ് UDF സ്ഥാനാർത്ഥിയായി വെൽഫെയർ പാർട്ടി അംഗം. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച അബ്ദുൾ സലാം. ആട്ടയത്ത് കുടിവെള്ള കിണർ ഇടിഞ്ഞുതാണു. പായിപ്ര പഞ്ചായത്ത് 10ാം വാർഡിലാണ് കിണർ ഇടിഞ്ഞതാണത്. ശക്തമായ മഴയെ തുടർന്നാണ് കിണർ ഇടിഞ്ഞതാണത്. LDF സ്ഥാനാർത്ഥികൾ പ്രകടനമായി എത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 30 സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. വാർത്തകൾ വിശദമായി. 40 വർഷമായി കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ബെന്നി ജോൺ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത്. കോൺഗ്രസ് പാർട്ടിയോടുള്ള അതൃപ്തിയാണ് മത്സരരംഗത്ത് ഇറങ്ങാൻ കാരണം. പ്രദേശവാസികൾ പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട്. ഞാൻ 40 വർഷമായിട്ട് കോൺഗ്രസിന്റെ പ്രവർത്തകനായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം LDFിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളെ നേതൃത്വം ഈ പ്രാവശ്യം കോൺഗ്രസ് കൈപ്പറ്റി ചിഹ്നത്തിൽ മത്സരിക്കുകയാണ്. ഇതിൽ അവിടുത്തെ ജനങ്ങൾക്കും എല്ലാ വോട്ടർമാർക്കും പ്രതിഷേധമുണ്ട്. അവിടുത്തെ ജനങ്ങളാണ് എന്നെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരിക്കുന്നത്. പ്രതിഷേധത്തിന്റെ തുടർന്നാണ് മത്സരരംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. അടൂപ്പറമ്പിൽ വ്യാപാരിയെ ആക്രമിച്ച കേസിൽ പ്രതി പോലീസ് പിടിയിൽ. അടൂപ്പറമ്പ് സ്വദേശി ആഷ്മുൻ ബഷീറിനെയാണ് മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആനിക്കാട് അടൂപ്പറമ്പിൽ വ്യാപാരിയെ ആക്രമിച്ച കേസിൽ പ്രതി പോലീസ് പിടിയിൽ. ആവോലി അടൂപ്പറമ്പ് ഭാഗത്ത് കൊഴിഞ്ഞിപ്പറമ്പിൽ ആഷ്മൂൺ ബഷീറിനെയാണ് മൂവാറ്റുപുഴ പോലീസ് ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. സ്വന്തം കടയുടെ പിന്നിലിരുന്നുള്ള ലഹരി ഉപയോഗം ചോദ്യം ചെയ്ത വ്യാപാരിയെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. SI-മാരായ അതുൽപ്രേ മുണ്ണി, എഡിസൺ മാത്യു, പോൾ മാത്യു, സിവിൽ പോലീസ് ഓഫീസർ ഷിബു എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ നഗരസഭയിലെ 6ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയായി വെൽഫെയർ പാർട്ടി അംഗം. മൂവാറ്റുപുഴ DEO ഓഫീസിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച വെൽഫെയർ പാർട്ടി അംഗം അബ്ദുൾ സലാം. മൂവാറ്റുപുഴ നഗരസഭ 6ാം വാർഡ് UDF സ്ഥാനാർത്ഥിയായി വെൽഫെയർ പാർട്ടി അംഗം അബ്ദുൾ സലാം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വ്യാഴാഴ്ച വാർഡിലെ UDF നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം മൂവാറ്റുപുഴ DEO ഓഫീസിലെത്തി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സലാവുദ്ദീൻ പുല്ലത്തിനാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. സ്ഥാനാർത്ഥിയായ അബ്ദുൾ സലാം എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോടും യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ച് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. സാധാരണക്കാരിൽ സാധാരണക്കാരനായ തനിക്ക് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്നും അതുകൊണ്ട് തന്നെ പൂർണ്ണമായ വിജയപ്രതീക്ഷയുണ്ടെന്നും അബ്ദുൾ സലാം പറഞ്ഞു. സാധാരണക്കാരുടെ ഇടയിൽ ജീവിക്കുന്ന എനിക്ക് നല്ല രീതിയിൽ ആ ഒരു സമ്പർക്കം പുലർത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആ വാർഡിലെ ആളുകളായിട്ട് എല്ലാവരോടും എനിക്ക് സമ്പർക്കം പുലർത്താൻ സാധിച്ചിട്ടുണ്ട്. അവിടെ അടിസ്ഥാനപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒന്ന്, കുടിവെള്ളത്തിൻ്റെ പ്രശ്നം. ഒരു കുടിവെള്ളത്തിൻ്റെ സംവിധാനം ഉണ്ടെങ്കിലും ആ സംവിധാനം എല്ലാ സ്ഥലത്തും കൃത്യമായി എത്തുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൂടാതെ അവിടെ വോൾട്ടേജ് പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അതിനൊരു സംവിധാനം കാണാൻ ഞാൻ ശ്രമിക്കും. അതുകൂടാതെ റോഡിൻ്റെ ചെറിയ വിഷയങ്ങൾ അവിടെയുണ്ട്. റോഡ് ഇച്ചിരി മോശമായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ ഉണ്ട്. നഗരസഭയിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന വാർഡാണ് 6ാം വാർഡ്. സ്ഥാനാർത്ഥിയായ അബ്ദുൾ സലാം 6ാം വാർഡിലെ സ്ഥിര താമസക്കാരനും ഓട്ടോ ഡ്രൈവറും കൂടിയാണ്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. ആട്ടയത്ത് കുടിവെള്ള കിണർ ഇടിഞ്ഞുതാണു. പായിപ്ര പഞ്ചായത്ത് 10ാം വാർഡിൽ സുബൈർ മുഹമ്മദിന്റെ കിണറാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ശക്തമായ മഴയിൽ ഇടിഞ്ഞുതാണത്.
പായിപ്ര പഞ്ചായത്ത് ആട്ടയത്ത് കുടിവെള്ള കിണർ ഇടിഞ്ഞു താണു. കഴിഞ്ഞ ദിവസം ഉണ്ടായ ശക്തമായ മഴയിൽ പായിപ്ര പഞ്ചായത്ത് 10-ാം വാർഡിലെ ചെറുകപ്പള്ളി സുബൈർ മുഹമ്മദിന്റെ പുരയിടത്തിലെ കിണറാണ് ഇടിഞ്ഞു താണത്. 20 അടി താഴ്ച വരുന്ന കിണറാണ് ഇടിഞ്ഞത്. മഴയെ തുടർന്ന് റിങ്ങിട്ട കിണറിന്റെ അടിഭാഗം ചൊവ്വാഴ്ച രാത്രിയോടെയാണ് ഇടിഞ്ഞതെന്നും ഇപ്പോഴും കിണറിന്റെ ഭാഗങ്ങൾ ഇടിയുന്നുണ്ടെന്നും ഗൃഹനാഥനായ സുബൈർ പറഞ്ഞു. ഇത് കഴിഞ്ഞ നല്ല മഴ പെയ്ത സമയത്ത് ഈ രാത്രി മോട്ടർ അടിച്ചപ്പോൾ വെള്ളം കലങ്ങിയായിരുന്നു വന്നത്. അപ്പോൾ അത് എന്താണെന്നറിയാൻ വേണ്ടി ഇവിടെ നോക്കിയപ്പോൾ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. രാവിലെ നോക്കിയപ്പോൾ കിണറിൻ്റെ അടിഭാഗം മൊത്തം ഇടിഞ്ഞ് അതിൻ്റെ അത് കിടക്കുക. അതിന് കുറച്ച് കഴിഞ്ഞപ്പോൾ മോൾഭാഗോടെ അതിലേക്ക് ഇടിഞ്ഞു പോയി. പിന്നെ ഈ കിണറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ പരിസരത്ത് വെള്ളത്തിന് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. 3-4 സ്ഥലം കണ്ടിട്ട് നമുക്കൊരു കിണർ കിട്ടിയതാണ്. കാര്യം വാട്സപ്പിലെ കണക്ഷൻ നമുക്കുണ്ട്. പക്ഷേ ഈ കുടിവെള്ളത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ കിണറാണ്. അതിപ്പോൾ ഈ കണ്ടീഷനിലായി. ഇപ്പോൾ കുടിവെള്ളക്ഷാമമുള്ള പ്രദേശത്ത് കിണർ വെള്ളത്തെയാണ് പ്രദേശവാസികൾ കൂടുതലായും ആശ്രയിക്കുന്നത്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. മൂവാറ്റുപുഴ നഗരസഭയിലെ LDF സ്ഥാനാർത്ഥികൾ പ്രകടനമായി എത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 30 സ്ഥാനാർത്ഥികളാണ് എസ്തോസ് ഭവനിൽ നിന്ന് പ്രകടനമായി എത്തി പത്രിക സമർപ്പിച്ചത്. മൂവാറ്റുപുഴ നഗരസഭയിലെ 30 വാർഡിലെയും LDF സ്ഥാനാർത്ഥികൾ പ്രകടനമായി എത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. എസ്തോസ് ഭവനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം അന്തരിച്ച മുൻ CPIM നേതാവും നഗരസഭാ ചെയർമാനുമായിരുന്ന PP എസ്തോസിന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് LDF നേതാക്കളോടും പ്രവർത്തകരോടും സ്ഥാനാർത്ഥികളും പ്രകടനമായി മൂവാറ്റുപുഴ DEO ഓഫീസിലെത്തി വരണാധികാരി DEO സലാവുദ്ദീൻ പുല്ലത്തിന് പത്രിക സമർപ്പിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലമായി വികസനം തകിടം മറിച്ച UDF ഭരണത്തിന് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകുമെന്നും ഭരണം തിരിച്ചുപിടിക്കുമെന്നും LDF നേതാവായ ഗോപി കോട്ടമുറിക്കൽ പറഞ്ഞു. 44 കൊല്ലക്കാലം തുടർച്ചയായി ഭരണം നടത്തിയ LDF ഈ 5 വർഷക്കാലത്ത് UDFന്റെ ഭരണവും തമ്മിൽ നല്ലതുപോലെ താരതമ്യം ചെയ്യാൻ ഒരു വലിയ അവസരം ലഭിച്ച ഒരു കാലയളവാണ് എന്നിട്ട് 5 വർഷക്കാലം. സാർവത്രികമായി ഞാൻ ഒറ്റവാക്കി പറയാം, ഈ നഗരസഭയുടെ എല്ലാ വാർഡുകളിലും നിന്ന് നടക്കുന്ന അത്യുത്സാഹപരമായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു മുന്നേറ്റമാണ്. അത് ഫലത്തിന് ഈ 5 വർഷക്കാലമായി മൂവാറ്റുപുഴ നഗരത്തിൽ നാശം വിതച്ച് വികസന പ്രക്രിയ അപ്പാടെ തടസ്സപ്പെട്ട് എല്ലാ രംഗത്തും അനാസ്ഥയും കെടുകാര്യസ്ഥതയും മാത്രമായി 5 ആണ്ടുകൾ പിന്നിട്ട UDFന് ഐക്യജനാധിപത്യ മുന്നണിക്ക് ഒരു വലിയ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം വഴി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രബുദ്ധരായ ജനത അവിടെ കൊടുക്കും. പ്രകടനത്തിന് LDF നേതാക്കളായ ഗോപി കോട്ടമുറിക്കൽ, PM ഇസ്മായിൽ, UR ബാബു, MA സഹീർ, സജി ജോർജ്, R രാകേഷ്, KG അനിൽകുമാർ, PB അജിത് കുമാർ, KP അലിക്കുഞ്ഞ്, ഇബ്രാഹിം കരീം തുടങ്ങിയവർ നേതൃത്വം നൽകി. ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ തൊടുപുഴയ്ക്ക് സ്വന്തം ജേക്കോ ഡയമണ്ട്സ് തൊടുപുഴ. അന്താരാഷ്ട്ര ശിശുദിനത്തിൽ ചിത്രരചന മത്സരം സംഘടിപ്പിച്ച് മേള ഫൈൻ ആർട്സ് സൊസൈറ്റി ആർട്ടിസ്റ്റ് വിനയ തേജസ്വി ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര ശിശുദിനത്തിൽ മേള ഫൈൻ ആർട്സ് സൊസൈറ്റി 17ാമത് ശിശുദിന ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. ആർട്ടിസ്റ്റ് വിനയ തേജസ്വി ചിത്രരചനാ മത്സരം ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴക്കാരനായ തനിക്ക് സ്വന്തം നാട്ടിലെ പരിപാടിയിൽ പങ്കെടുക്കാനായതിൽ അതിയായ സന്തോഷമുണ്ടെന്നും
സ്കൂൾ പഠനകാലത്ത് നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും അക്കാലത്ത് സമ്മാനങ്ങൾ ഒന്നും തന്നെ കിട്ടിയിരുന്നില്ല എന്നും വിനയ തേജസ്വി പറഞ്ഞു. നമ്മളിപ്പോൾ ഇവിടെ വന്ന നമ്മളെല്ലാവരും നമുക്കിത് പറ്റും, അല്ലെങ്കിൽ നമ്മളെ തിരിച്ചറിയാനുള്ള ഒരു സ്പേസ് ആയിട്ട് മാത്രം നമ്മൾ കണ്ടാൽ മതി. സമ്മാനം കിട്ടുക എന്നുള്ളതൊന്നും നമ്മുടെ ഒരു ചോയ്സ് ആവരുത്. ആക്ച്വലി ഭാവിയിൽ നമുക്ക് നല്ല നേട്ടങ്ങളൊക്കെ ഉണ്ടാവുന്ന അതിൻ്റെ തുടക്കം കിട്ടുന്ന ഒരു സ്പേസ് ആയിട്ട് മാത്രമേ ഇനി എടുക്കാവുള്ളൂ. മേള പ്രസിഡന്റ് PM ഏലിയാസ് വിനയ തേജസ്വിയെ പൊന്നാട അണിയിച്ച് ആദരിക്കുകയും മേളയുടെ ഉപഹാരം സെക്രട്ടറി മോഹൻദാസ് സൂര്യനാരായണൻ സമ്മാനിക്കുകയും ചെയ്തു. കുട്ടികളിലെ ചിത്രകല പരിപോഷിപ്പിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിലുള്ള ഒരു ചിത്രരചന മത്സരം മേള സംഘടിപ്പിക്കുന്നത്. അതിപ്രഗത്ഭരായ ഒട്ടനേകം വിദ്യാർത്ഥികൾ മത്സരത്തിൽ മാറ്റുരച്ചു. 5 വിഭാഗങ്ങളിലായി എറണാകുളം ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുമായി 765 കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. കാണികളെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങളാണ് ഓരോ മത്സരാർത്ഥിയും കാഴ്ചവെച്ചത്. മത്സരത്തിൽ ജോയിന്റ് സെക്രട്ടറി പ്രജിത് ഒകുമാർ, കമ്മിറ്റി അംഗങ്ങളായ മൃദുൽ ജോർജ്, അഡ്വക്കേറ്റ് അജിത് MS, അശോക് കുമാർ B, അഡ്വക്കേറ്റ് ഇബ്രാഹിം കരീം KH, ജോർജ് J തോട്ടം, കുഞ്ഞുമൈദീൻ VA, വിജയകുമാർ KB എന്നിവർ പങ്കെടുത്തു. വിജയികൾക്കായുള്ള സമ്മാനദാനം മേളയുടെ പ്രതിമാസ പരിപാടിയോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങിൽ നടത്തും. ന്യൂസ് ഡേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.